ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്നോട് കുറേ പേര് ചോദിക്കുന്നു പേരെന്താന്ന്. ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ എൻ്റെ പേര് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പേര് പറയാം. എൻ്റെ പേര് വിബിത എന്നാണ്. ഞാൻ എറണാകുളംകാരിയാണ്, കൊച്ചിക്കാരിയാണ്. ഇന്നത്തെ വീഡിയോ അനുമോള് ഞങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് കലൂര് അനുമോള് ഒരു ജിമ്മിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ജിമ്മിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാമല്ലോ എന്ന് കരുതി. മാത്രമല്ല ഷിയാസ് കരയുമ്പോൾ വലിയ കാര്യത്തിന് അനുമോളെ വെല്ലുവിളിച്ചു. അനുമോളോടാണ് 100 ദിവസം ബിഗ് ബോസ് വീടിനകത്ത് കയറി ആ കണ്ട ആൾക്കാരെ എല്ലാം വെട്ടി വീഴ്ത്തി കപ്പടിച്ച അല്ലെങ്കിൽ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്ത, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയുകയാണെങ്കിൽ ആ മണി ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, വണ്ടിയുടെ ഉള്ളിൽ പൈസ വെച്ചിട്ട് വളരെ റിസ്ക് ആയിട്ടുള്ള ടാസ്ക്കാണ്. ആ ടാസ്കിൽ പങ്കെടുത്താൽ ചിലപ്പോൾ ഔട്ടാവും. ആ സമയത്തിനുള്ളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ. അനുമോളാണെങ്കിൽ പൊതുവേ ടാസ്കിലൊന്നും അത്രയ്ക്ക് മനോഹരമായി പെർഫോം അധികമൊന്നും ചെയ്തിട്ടില്ല. അത് അനുമോളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും അല്ല ഒരു വിന്നർക്ക് വേണ്ടതെന്നുള്ളത്. 100 ദിവസം ഏകാന്ത ജീവിതം താണ്ടി വരണം, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടണം, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അതെന്തായാലും അനുമോൾ അത് സാധിച്ചുകൊണ്ടാണല്ലോ ആ കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് അനുമോൾ ഞങ്ങളുടെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ, അതായത് കലൂര് ജിമ്മിൽ വന്നു കഴിഞ്ഞ ശേഷം ഷിയാസ് കരീം ഒരു വെല്ലുവിളി നടത്തി അനുമോളോട്. 50 കിലോയുടെ ഡമ്പൽ അവിടെ കിടക്കുന്നു, അത് എടുക്കുകയാണെങ്കിൽ വേണ്ട എടുക്കണ്ട, അറ്റ്ലീസ്റ്റ് അതൊന്ന് അനക്കുകയാണെങ്കിൽ അനുമോൾക്ക് ഷിയാസിൻ്റെ കയ്യിലുള്ള iPhone 17 തരാമെന്ന്. 17ൻ്റെ റേറ്റ് അറിയാലോ. ഷിയാസ് ആ പറഞ്ഞ ഓളത്തിൽ അനുമോൾ പൊക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ പറഞ്ഞതായിരിക്കാം. ആ ഡമ്പൽ 50 കിലോ ഉണ്ട്, അനുമോളാണെങ്കിലോ 49 കിലോ. ഈ 49 കിലോ വെയിറ്റ് മാത്രമുള്ള അനുമോൾക്ക് 50 കിലോ വെയിറ്റുള്ള ആ ഡമ്പൽ പൊക്കാൻ പറ്റുമോ? അങ്ങനെ സാധ്യതയില്ല. നമുക്ക് പോക്കാൻ പറ്റുമോ? അനക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കൊക്കെ ആണെങ്കിൽ പറ്റില്ല കേട്ടോ. ഞാനൊരു 60 കിലോളം ഉണ്ടാവും. പക്ഷേ എനിക്ക് പറ്റും തോന്നുന്നില്ലെന്നല്ല, പറ്റിയിട്ടില്ല. ഈ മീഡിയാസ് ഫുള്ളും ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പറയുന്നത്, നീ അത് പൊക്കാണെങ്കിൽ വേണ്ട, പൊക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് അനക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഫോൺ ഞാൻ നിനക്ക് തരും. ക്യാമറയുടെ മുന്നിലൊക്കെ കാണിക്കുകയാണ് കേട്ടോ. കാണിച്ചത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അനുമോൾ പൊക്കോ? 49 കിലോ ഉള്ള അനുമോൾ 50 കിലോ ഉണ്ട് ആ ഡമ്പലിനെ. പൊക്കും തോന്നുന്നുണ്ടോ? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് അനുമോൾ അനക്കാണെങ്കിലേ ഞാൻ എന്റെ കയ്യിൽ ഫോണും കൊടുക്കും. ഇതെങ്ങനെ അനക്കണേ? ഇവളുടെ വെയിറ്റ് 49 കിലോ ആണ്. ഈ ഒരു ഡമ്പല് 50 കിലോ എങ്ങനെ അനക്കാൻ പറ്റും ചെങ്ങന്മാരെ? വിളിക്കാം, പക്ഷെ നോക്കി കണ്ടൊക്കെ വിളിക്കണം. ഷിയാസ് കഴിയുമ്പോൾ അനുമോളും അത്തരത്തിലാണ്. അവർ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അവർ നല്ല സഹോദരന്മാരെ പോലെയാണ്. അനുമോൾക്ക് പിറക്കാതെ പോയ സഹോദരൻ തന്നെയാണ്. അപ്പോൾ അവർക്കിടയിലുള്ള ഒരു ചെറിയൊരു തമാശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം മീഡിയാസ് എല്ലാം ഏറ്റെടുത്ത് വളരെ രസകരമായിട്ട് പോയി. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചു അനുമോൾ തിരിച്ചെത്തിയിട്ട് വിളിച്ചോ എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരിക്കലും അനുമോളുടെ PR ആയിട്ടല്ല നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനുമോൾ വിളിക്കണമെന്നില്ല. പക്ഷേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജേർണിയിൽ കൂടെ നിന്നതിന് താങ്ക്സ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെയ്തത് എൻ്റെ ജോലിയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ സപ്പോർട്ട് ചെയ്യും, നന്നായി കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അനുമോളെ മാത്രമല്ല, നന്നായി കളിക്കുന്നവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്തു. പക്ഷേ അവസാന ഘട്ടമെത്തുമ്പോൾ നമുക്ക് ഒരാൾ മാത്രമല്ല വിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു വിന്നർ മാത്രമേ വേണം. അതുകൊണ്ട് അനുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവായിരിക്കാം. അപ്പോൾ അതിന് ഒരു താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. ഒരു റിവ്യൂവർ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് അതിൻ്റെ പോലും ആവശ്യമില്ല. പക്ഷെ എന്തോ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് സീസൺ 3 മണിക്കൂട്ടൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അനുമോളാണ്. പക്ഷേ ഒരു താങ്ക്സ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എങ്കിൽ പോലും അതിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരിക്കലും ഞാൻ അനുമോളെ നേരിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. ഒരിക്കലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് വന്നു, കണ്ടു, ആ കുട്ടിയുടെ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു, സപ്പോർട്ട് ചെയ്യണം തോന്നി, കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു, വിന്നറായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നോട് കുറച്ചൊരു ചോദിച്ചു, ചേച്ചിയെ വിളിച്ചോന്ന്. നമ്മൾ ആരുടെ PR ആയിട്ടൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, അതൊക്കെ പോട്ടെ. പിന്നെ കുറച്ചേരോട് ചോദിച്ചു, ദർശനമൊക്കെ നന്നായിരുന്നോ മോളെ എന്ന് ചോദിച്ചു. ദർശനമൊക്കെ
വന്നായിരുന്നു. പക്ഷേ എനിക്കൊരു 7 മണിക്കൂർ 6.5-7 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ടല്ലേ പോയത്. എനിക്ക് തോന്നുന്നു തിരുമലയിലേക്ക് പോകുമ്പോൾ തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ ദർശനത്തിന് നമ്മൾ എല്ലാ മാസവും 23-ാം തീയതിയാണോ 24-ാം തീയതിയാണോ എന്നൊരു ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു 23-ാം തീയതിയാണെന്ന് തോന്നുന്നു. രാവിലെ 9 മണിക്കാണ് അവരുടെ സൈറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യണം ടിക്കറ്റ്. അതൊരു 3 മാസം കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ മാസം 23-ാം തീയതി 24 നാളെ 23-ാം തീയതി 24-ാം തീയതി ബുക്ക് ചെയ്യുന്നത് നമുക്കൊരു ഫെബ്രുവരി മാർച്ചിലൊക്കെ ഇനി കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഡിലേ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാമല്ലോ, നമ്മൾ സ്ത്രീകളായതുകൊണ്ട് പീരീഡ്സും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അങ്ങനെ ഒരു ടൈമിൽ ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴും ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കിട്ടി വരാറുണ്ട്, കുഴപ്പമുണ്ടാവാറില്ല. പക്ഷേ ഇതെന്തോ അങ്ങനെ ബുക്ക് ചെയ്യാതെ പോയത് കൊണ്ട് തന്നെ എനിക്ക് ശ്രീനിവാസ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് സർവ്വദർശനത്തിനുള്ള ടിക്കറ്റ് എടുത്തത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് ദർശന ടൈം തന്നത്. ഒരു 12 മണി, സൺഡേ 12 മണിക്കായിരുന്നു. അപ്പോൾ ഒരു 11:45 ഞാൻ പോയി ക്യൂ നിന്ന്. പക്ഷേ വൈകുന്നേരം ഒരു 6:25 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദർശനം കിട്ടിയത്. പക്ഷേ കിട്ടിയ ദർശനം സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഇപ്പോഴും നമുക്ക് ഭഗവാനെയൊക്കെ മനസ്സിൽ മാത്രമല്ല കണ്ണിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുക. അത്രയ്ക്ക് അടിപൊളി ദർശനമായിരുന്നു കേട്ടോ. പക്ഷേ നിൽക്കുന്ന ആ ടൈമിൽ നമുക്ക് അത്രത്തോളം ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ തിരുപ്പതിയിൽ പോകുമ്പോൾ 7 മണിക്കൂർ ക്യൂ എന്ന് പറയുന്നത് നിസ്സാരമാണെന്നാണ് പലരും പറയുന്നത്. 24 മണിക്കൂറും 18 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. അതായത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് വരുവാണെങ്കിൽ അത്ര നേരം നിൽക്കേണ്ടി വരും എന്നൊക്കെ പലരും അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഭാഗ്യം എന്തോ ആയിക്കോട്ടെ, എത്ര മണിക്കൂർ നിന്നിട്ടാണെങ്കിലും നല്ല ദർശനമായിരുന്നു. അപ്പോൾ ഒരു തവണയെങ്കിലും ദർശനം നടത്തണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 300 രൂപയുടെ ടിക്കറ്റ് കിട്ടും. അതുപോലെ 10,000 രൂപയുടെ ടിക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ പോകാനായിട്ട് ഓക്കെ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ദർശനം നടത്താം. അല്ലാതെ ഇതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കണ്ണ് നിറച്ച് ഭഗവാനെ കാണാൻ പറ്റും. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. അവരോടൊക്കെ പറയാനുള്ളത് നല്ല ദർശനമായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും മനസ്സിലൊന്ന് വന്നു. ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഞാൻ ഭഗവാനോട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു പോണേക്ക് മുമ്പ് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് കൂടി വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണേന്ന്. എല്ലാവരെയും താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.